ട്രാവൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വിദേശ യാത്രയ്ക്ക് പോകുമ്പോൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സോ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് മെയിൻ തിങ് ഡോക്യുമെന്റ്സിൽ പാസ്പോർട്ട്. സോ നമുക്ക് ചില ആൾക്കാർക്ക് 2 പാസ്പോർട്ട് ഉണ്ടാവും, ഒന്ന് എക്സ്പയർ ചെയ്തൊക്കെ ഉണ്ടാവും. നമ്മൾ ആ തിരക്കിൽ എടുക്കുന്നത് ചിലപ്പോൾ പഴയ പാസ്പോർട്ട് ആയിരിക്കും, നമ്മൾ അറിയുന്നില്ല. ഇവിടെ എയർപോർട്ടിൽ വന്ന ചെക്ക് ഇൻ കൗണ്ടറിൽ പാസ്പോർട്ട് കൊടുക്കുമ്പോഴായിരുന്നു അറിയുന്നത് അയ്യോ ഇത് പഴയ പാസ്പോർട്ട് ആണല്ലോ എന്ന്. പിന്നെ നമുക്ക് തിരിച്ചു പോയി അത് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും മെയിൻ ശ്രദ്ധിക്കേണ്ടത് ഡോക്യുമെന്റ്സ് കറക്റ്റ് ആണോ എന്ന് ഫസ്റ്റ് നോക്കേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണത്. നമുക്കിപ്പോൾ കുറേ സൗകര്യങ്ങളുണ്ട്, ഡിജിറ്റൽ കാലമാണ്, AI ഉണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരും. ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ 48 hours പ്രായം നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം, അല്ലെങ്കിൽ 24 hours പ്രായം നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു കപ്പിൾ ഒരു ഹണിമൂണിനൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് മെയിൻ ഒരു കംഫർട്ടായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യണം. സോ നേരത്തെ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഇവർക്ക് അടുത്തടുത്തുള്ള സീറ്റ് കിട്ടും, ഇവർക്ക് കൺവീനിയൻസ് അനുസരിച്ചിട്ടുള്ള സീറ്റ് ആയിരിക്കും മൊത്തം കിട്ടുന്നത്. നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഒരാൾ ഈ സൈഡിൽ ഒരാൾ അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ നമ്മളൊരു നമ്മൾ ഫാമിലി ട്രിപ്പിന് പോകുന്ന സോളോ ട്രിപ്പിൻ്റെ ഒരു സെയിം ഫീൽ ആയിരിക്കും ആദ്യമേ തന്നെ നമുക്ക് വരുന്നത്. സോ ഏറ്റവും മെയിൻ ചെക്ക് ചെയ്യേണ്ട ഒന്ന് ഡോക്യുമെന്റ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കണം, പിന്നെ ചെക്ക് ഇൻ പ്രയർ മുന്നേ ആയിട്ട് ചെയ്യണത്. അതാണ് മെയിൻ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ.